പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റസൽമേനിയ 40-ൽ കോഡി റോഡ്സ് റോമൻ റെയിൻസിനെ തോൽപ്പിച്ചുകൊണ്ട് പുതിയ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ ആകാനുള്ള സാധ്യതകളെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കടക്കാം. റോയൽ റംബിൾ 2024 അവസാനിച്ചിരിക്കുന്നു. മെൻസ് റോയൽ റംബിളിൽ വിജയിച്ചുകൊണ്ട് കോഡി റോഡ്സ് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ റോമൻ റെയിൻസിനെതിരെയുള്ള വെല്ലുവിളി റസൽമേനിയ 40-ലെ മെയിൻ ഇവൻറ്റിലേക്കുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മാച്ചും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. റസൽമേനിയ 40-ൻ്റെ രണ്ടാമത്തെ ദിവസത്തിൽ മെയിൻ ഇവൻറ്റിൽ ഇരു റെസ്ലേഴ്സും തമ്മിലുള്ള അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പ് മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളതും ഏകദേശം ഉറപ്പായിട്ടുണ്ട്. റസൽമേനിയ 39-ൻ്റെ അതേ ഒരു പകർപ്പായിരിക്കും ഈ ഒരു വർഷമെന്നും റിസൾട്ടിൽ മാത്രമാണ് ഒരു മാറ്റം ഉണ്ടായിരിക്കുക എന്നുമാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതായത് റോമൻ റെയിൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോഡി റോഡ്സ് പുതിയ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ ആകുന്നത് നമുക്ക് ഈ ഒരു വർഷം കാണാൻ സാധിക്കും. അതിൻ്റെ സാധ്യതകളുടെ ഒരു പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ റോമൻ റെയിൻസിൻ്റെ കേസാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. റോമൻ റെയിൻസിന് ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ടൈറ്റിൽ റൺ നൽകി കഴിഞ്ഞിട്ടുണ്ട്. റോമൻ റെയിൻസിന് ഇനി ആർക്കെതിരെ സ്റ്റോറി ലൈൻ ചെയ്യാൻ ബാക്കിയുണ്ട് എന്നുള്ള വലിയൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. റോമൻ വേഴ്സസ് റോക്ക് തമ്മിലുള്ള ഒരു ഫ്യൂഡിന് ചാമ്പ്യൻഷിപ്പിൻ്റെ ആവശ്യമില്ല. റോമൻ റെയിൻസിൻ്റെ ചരിത്രപരമായ ടൈറ്റിൽ റണ്ണ് ആളുകളെ മടുപ്പിച്ചു തുടങ്ങി എന്നുള്ളതും മറ്റൊരു പോയിൻ്റാണ്. റോമൻ റെയിൻസിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതെ മറ്റ് റെസ്ലേഴ്സിലേക്കും അവസരങ്ങൾ എത്തണം. മറ്റ് റെസ്ലേഴ്സും കൂടി വളർന്നു വന്നാലേ കമ്പനി മുന്നോട്ട് പോകൂ എന്നുള്ളൊരു തീരുമാനവും ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റുകളൊക്കെ നോക്കുമ്പോൾ റോമൻ റെയിൻസ് പരാജയപ്പെടാനുള്ള സാധ്യത റസൽമേനിയ 40-ൽ വർദ്ധിച്ചിരിക്കുന്നു. കോഡി റോഡ്സിൻ്റെ ഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ റസൽമേനിയ 39-ൽ റോമൻ റെയിൻസിനോട് പരാജയപ്പെട്ടതിന് ശേഷം പിന്നീട് പിൻഫോളിലൂടെ കോഡി റോഡ്സ് ഈ റോയൽ റംബിൾ വരെ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കോഡി റോഡ്സിന് ഫേസ് ഓഫ് ദി കമ്പനി എന്നുള്ള നിലയിൽ വലിയ പുഷുകൾ കിട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം മിഡ് കാർഡ് സ്റ്റോറി ലൈനുകളിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും കോഡി റോഡ്സ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോഡി റോഡ്സ് എപ്പോഴും ഒരു മെയിൻ ഇവൻറ്റ് പിക്ചറിൽ മാത്രം നിൽക്കുന്ന ഒരു റെസ്ലറാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ അദ്ദേഹത്തെ മെയിൻ ഇവൻറ്റ് പിക്ചറിലേക്ക് എപ്പോൾ കൊണ്ടുവന്നാലും ആളുകൾക്ക് ബോറടിക്കാറില്ല. കൂടാതെ കോഡി റോഡ്സിൻ്റെ പ്രൊമോ സ്കില്ല്, അദ്ദേഹത്തിൻ്റെ മാച്ച് ക്വാളിറ്റി എല്ലാം ആളുകളെ രസിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ കോഡി റോഡ്സിനെ വിജയിക്കാൻ അല്ലെങ്കിൽ വിജയിച്ച് കാണാൻ താല്പര്യമുള്ള ഒട്ടനവധി ആരാധകരുമുണ്ട്. നിലവിൽ സ്റ്റോറി ലൈൻ പ്രകാരം കോഡി റോഡ്സ് അല്ലാതെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സൂപ്പർ സ്റ്റാറുകളിൽ റോമൻ റെയിൻസിൻ്റെ ടൈറ്റിൽ റൺ അവസാനിപ്പിക്കാൻ പറ്റിയ മറ്റൊരു റെസ്ലർ ഇല്ല എന്നുള്ളതും കോഡി റോഡ്സിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. കോഡി റോഡ്സിനെ ഫേസ് ഓഫ് ദി കമ്പനി ആക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ടൈറ്റിൽ റണ്ണിൽ ഒരു അവസാനം കൊടുപ്പിച്ചുകൊണ്ട്, അതായത് റോമൻ റെയിൻസിൻ്റെ ടൈറ്റിൽ റണ്ണിൽ തന്നെ റോമൻ റെയിൻസിനെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ കോഡി റോഡ്സിനെ ചാമ്പ്യനാക്കി കാണിക്കണം. എന്നിട്ട് കോഡി റോഡ്സിനെ ആ ഒരു ചാമ്പ്യൻഷിപ്പ് റണ്ണിലൂടെ അവർ ഫേസ് ഓഫ് ദി കമ്പനിയാക്കി കാണിക്കണം. അതാണ് നിലവിൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ടീം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. കോഡി റോഡ്സ് വേഴ്സസ് റോമൻ റെയിൻസ് മത്സരത്തിൽ കോഡി റോഡ്സ് തന്നെയായിരിക്കും ചാമ്പ്യൻ ആകാൻ പോകുന്നത്. ഇനി ഈ ഒരു മത്സര റിസൾട്ടിൽ എങ്ങനെയാണ് നടക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ബ്ലഡ് ലൈൻ്റെ ഒരു സഹായം റോമൻ റെയിൻസിന് കിട്ടാത്ത ഒരു സാഹചര്യം വരും. അതായത് ബ്ലഡ് ലൈനിലെ സോളോ സിക്കോവയോ ജിമ്മി യൂസോയോ റോമൻ റെയിൻസിനെ സഹായിക്കാൻ വരുന്ന ഒരു സ്ഥിതി നമുക്ക് റസൽമേനിയ 40-ൽ കാണാൻ സാധിക്കില്ല. അങ്ങനെ റോമൻ റെയിൻസ് പരാജയപ്പെടുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അതുമല്ലെങ്കിൽ സോളോ സിക്കോവ റോമൻ റെയിൻസിനെ ചതിച്ചുകൊണ്ട്, പോൾ ഹേമനും സോളോ സിക്കോവയും റോമൻ റെയിൻസിനെ ഒറ്റക്കാക്കിക്കൊണ്ട് ആ ഒരു മത്സരത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിൽ ആ ഒരു റിങ് വിട്ട് പോകുന്നതും നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അതിലൂടെ റോമൻ റെയിൻസിൻ്റെ ഫേസ് ക്യാരക്ടറിലേക്കുള്ള ഒരു ടേണ് കോഡി റോഡ്സിനെ പുതിയൊരു ചാമ്പ്യനായി കാണാൻ സാധിക്കുന്ന മുഹൂർത്തങ്ങളിലേക്കും കാര്യങ്ങൾ നയിച്ചേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകളാണ് ഇനി റസൽമേനിയ 40-ൽ നടക്കാൻ സാധ്യതയുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.